കണ്ടില്ലേ? ഓ ഹായ് ആന്റി. ശിവ, ഇതെന്റെ നീസ് നേഹയാണ്. നേഹ, അത് ശിവയാണ്. ശിവ, ഈ നേഹയെ വേദസിറ്റി ഒന്ന് കാണിക്കാൻ നീ കൊണ്ടുപോകോ? അവക്ക് ഭയങ്കര ഇഷ്ടാ. ഓക്കെ ആന്റി, കം നേഹ. Hello friends, meet Neha. Soumya ആന്റിയുടെ റിലേറ്റീവ് ആണ്. And Neha, these are my best friends. ഇത് രേവ, ആദി and യൂരി. Hi everybody. നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഡിജിറ്റൽ ലോക്കാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പ്രയാസമായിരിക്കുമല്ലോ. ഡിജിറ്റൽ ലോക്കിന്റെ പാസ്വേഡ് മാനേജറിനെ അറിയുള്ളൂ. അദ്ദേഹം ഇപ്പൊ പുറത്തു പോയുള്ളൂ. ഞാനിന്ന് ട്രൈ ചെയ്ത് തുറന്നു നോക്കാം. അമ്മേ, ഡോർ ഓപ്പൺ ചെയ്യേ. ഈ റഫ്താർ സിംഗിന്റെ അടുത്ത് ഏറ്റുമുട്ടുക അത്ര എളുപ്പമൊന്നുമല്ല കുട്ടി. എന്തായാലും നീ സന്തോഷിച്ചോ, നമുക്ക് കാണാം. ഇയാൾ കുറെ നേരം നമ്മുടെ പുറകെ നടക്കുന്നു. നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ, ഞാനിപ്പോ വരാം.
രഫ്താർ സിംഗിന്റെ അടുത്ത് ഇതുവരെ ഏറ്റുമുട്ടാൻ ആരും വന്നിട്ടില്ല. ഈ ചെറുക്കനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ആ കുട്ടിയെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ഈ കുട്ടിയെ നമുക്ക് കൊണ്ടുപോകാം. അവനെ പൊക്കി ഡിക്കിയിലിട്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്ത് മണ്ടത്തരായി കാണിക്കുന്നേ? അവനെ പിടിച്ച് ഡിക്കിയിലിടാൻ പറഞ്ഞപ്പോ നിങ്ങളാണല്ലോ വന്ന് വീഴുന്നേ. സോറി അങ്കിൾ, ഡിക്കിൽ ഇനി സ്ഥലമില്ല. നിങ്ങളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഈ രഫ്താർ സിംഗിനോട് ഇതുവരെ കളിക്കാൻ ആരും വന്നിട്ടില്ല കേട്ടോ. പിന്നെയാണോ നീ? ആണോ? വാ മോനെ ശിവ, ഇത് നോക്ക്. ഡിജിറ്റൽ ലോക്ക് തുറക്കുക മാത്രമല്ല, ഇവള് നന്നായി പാടുകയും ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? പിന്നെ വളരെ രസമുണ്ടായിരുന്നു. താങ്ക് യു. ശിവ, രേവ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് ഗുണ്ടകൾ നിന്റെ പുറകെ വന്നിരുന്നു. ആരാണവർ? എവിടെയാണവർ? വേഗം പറഞ്ഞോ, എവിടെയാണ്? അവര് എന്നെ പിന്തുടർന്നല്ല, നേഹയെ പിന്തുടർന്നാണ് വന്നത്. എന്താ കൊറേ ഗുണ്ടകൾ പുറകെ വണ്ണുണ്ണ? എനിക്ക് തോന്നുന്നു അവന്മാർ ഇവിടെയും വണ്ണുണ്ണ. ആരാണ് അങ്കിൾ അത്? ശിവ, നിനക്കറിയാമോ നേഹയുടെ ഐക്യു ലെവൽ ഭയങ്കര കൂടുതലാണ്. ഈ നേഹക്ക് ഡിജിറ്റൽ ലോക്ക് തുറക്കാനുള്ള ശക്തി അപൂർവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഡിജിറ്റൽ ലോക്ക് ആണെങ്കിൽ ഇവള് തുറക്കും കേട്ടാ. വീണ സിറ്റിയില് ഇവള് ഒരു ദിവസം ഉണ്ടല്ലോ ഡിജിറ്റൽ ലോക്ക് തുറക്കുന്നത് ടിവിയിൽ ലൈവായിട്ട് കാണിച്ചു, ഇന്റർവ്യൂവും കൊടുത്തു. അപ്പ മുതല് ഇവളുടെ പുറകെ കുറെ പേർ നടക്കുന്നുണ്ട്. അയ്യയ്യോ, എനിക്കറിയില്ല അവന്മാർ എന്തിനാ ഇവളുടെ പുറകെ വരണേന്ന്. ഇപ്പൊ അവരും ഇങ്ങോട്ട് വന്നല്ലോ ശിവ. ലഡു സിംഗ് സർ, എനിക്ക് തോന്നുന്നു സാമ്യങ്ങളുടെ വീട്ടിൽ കാവൽ നിർത്തേണ്ടി വരുമെന്ന്. അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അവന്മാരെ പിടിക്കാൻ നമുക്കൊരു പ്ലാൻ ചെയ്യേണ്ടി വരും. ശിവ മക്കളെ, നിങ്ങളൊക്കെ വെളിയിൽ പോയി കളിക്കേ. ലഡു സിംഗ്, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നോക്കിക്കോ, കള്ളനെ പിടിക്കാനുള്ള വഴി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് എപ്പോഴാ മനസ്സിലായതെന്ന്. അതായത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിജിറ്റൽ ലോക്കും തുറക്കാനുള്ള ടാലന്റ് എങ്ങനെ വന്നെന്ന് പറയണം. ഇത് മുത്തശ്ശനാണല്ലോ. ഓ നോ. എപ്പോഴാണ് ഇത് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ കഴിവ് എനിക്ക് കിട്ടിയത് പെട്ടെന്നൊരു ദിവസമാണ്. ഈ തരുണത്തിൽ ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി എങ്ങനെ ലോക്ക് തുറക്കണമെന്ന് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം പ്ലീസ്. രേവ, മുത്തശ്ശൻ ഡിജിറ്റൽ ലോക്കിനെ കുറിച്ച് ടിവിയിൽ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഗുണ്ടകൾ ഈ ഇന്റർവ്യൂ കണ്ടാൽ തീർച്ചയായിട്ടും അവര് മുത്തശ്ശനെ കടത്തിക്കൊണ്ടുപോകും. നിന്റെ വീട് ചാനലിന്റെ അടുത്ത് തന്നെയല്ലേ? ആദ്യയും യൂടിയും ഒപ്പം കുട്ടിക്കോ. മുത്തശ്ശനെ ശ്രദ്ധിക്കണേ. അപ്പോഴേക്കും ഞാൻ വന്നേക്കാം. കണ്ടോ? അടിപൊളി, കലക്കി സാറേ. സോ പ്രേക്ഷകരെ, ഇദ്ദേഹമാണ് ഗൂഫിയ ചന്ദ്. ഏത് തരത്തിലുള്ള ലോക്കും പെട്ടെന്ന് തുറക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. വീര, നീ അവിടെ തന്നെ ശ്രദ്ധിച്ച് നിന്നോണം. അവസരം കിട്ടുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പെൺകുട്ടിയെ പൊക്കിക്കോണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇയാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോ ഇയാൾക്ക് ആ പണി പറ്റിയെങ്കിലോ. ചെല്ല്, ആ സംഘത്തിനെങ്കിൽ പൊക്കിക്കൊണ്ട് പോരെ.